ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണ ഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിന്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് വിശിഷ്യ ഇന്നത്തെ നമ്മുടെ സ്മര്യ പുരുഷനായ സാധു ശിവപ്രസാദ് സ്വാമികളെ പ്രശരപൂർവം വന്ദിച്ചുകൊണ്ട് ആ പാവന സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം കുടുംബാംഗങ്ങളെ, സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനം. ശിവഗിരിയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശാരദ പ്രതിഷ്ഠ നടന്നിട്ടില്ല. അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. സമീപ ഭാവിയിൽ തന്നെ പ്രതിഷ്ഠ നടക്കും എന്ന് കരുതി ഭക്തജനങ്ങളെല്ലാം താല്പര്യത്തോടെ ആ വിശിഷ്ട മുഹൂർത്തത്തെ കാത്തിരിക്കുന്ന സമയമാണ്. ഒരു വേള ഗുരുദേവൻ ഒരു ഭക്തനോട് കൽപ്പിക്കുന്നു, ശിവലിംഗന്റെ അടുത്ത് പോയി ഒരാളെ കൂട്ടിക്കൊണ്ടുവരണം. ശിവലിംഗദാസ സ്വാമികൾ ആ സമയത്ത് പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിൽ സന്നിധാനം ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവിടെ അന്തേവാസിയായി കൂടിയിരിക്കുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, ഏതാണ്ട് 17 വയസ്സോളമേ ആകുന്നുള്ളൂ. കൃഷ്ണൻ എന്നാണ് പേര്. കണ്ണട വച്ച കണ്ണൂർക്കാരൻ. ഗുരു തന്നെ ഒരിക്കൽ ആ കൃഷ്ണനെ കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെയാണ്: അടയാളത്തിനു വേണ്ടി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ശിഷ്യൻ പുറപ്പെടുകയാണ്. ശിവലിംഗദാസ സ്വാമികളുടെ മുമ്പിൽ ഗുരുവിന്റെ കൽപ്പന ഉണർത്തിച്ചു. അപ്പോൾ തന്നെ തൻ്റെ അന്തേവാസിയായി കഴിഞ്ഞിരുന്ന മിടുമിടുക്കനായ ആ യുവാവിനെ ഗുരു നിയോഗിച്ച ആളോടൊപ്പം വർക്കലയിലേക്ക്, ശിവഗിരിയിലേക്ക് അയക്കുകയാണ്. കൃഷ്ണൻ ശിവഗിരിയിലെത്തി. ഗുരുവിന് മുമ്പിലെത്തിയ പാടെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഗുരുദേവനാകട്ടെ 2 തോളിലും പിടിച്ച് ആ യുവാവിനെ എഴുന്നേൽപ്പിക്കുന്നു. പുഞ്ചിരിയോടെ കണ്ണുകളിലേക്ക് നോക്കുന്നു.
കൃഷ്ണന്റെ കണ്ണുകൾ പാർന്നു നിൽക്കുന്നു. ആദ്യം കാണുകയല്ല അവർ. ഇത് പുതിയ ആളല്ലല്ലോ. ആഹ്ലാദത്തോടെയാണ് ഗുരുദേവൻ മൊഴിയുന്നത്. ഇത് നമ്മുടെ പഴയ ആളാണല്ലോ. വളരെ കാലമായി പരിചയമുള്ള ഒരാളോടെന്നതുപോലെയായിരുന്നു ഗുരുവിന്റെ ആ പരാമർശം. ഇത് കണ്ടു നിന്നവർ അമ്പരന്നു. ഇത്ര ചെറുപ്പക്കാരനായ ഒരാളെ ദീർഘകാലം പരിചയമുള്ളതുപോലെ ഗുരുദേവൻ ഇതാ പറയുകയും പെരുമാറുകയും ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന ഒരു ശിഷ്യൻ ആത്മകഥ എന്നോണം പറഞ്ഞു, ഇത് പൂർവജന്മ ബന്ധമായിരിക്കാം. ഗുരു അത് അംഗീകരിക്കുന്നതായി തോന്നി. ഓ, അങ്ങനെയോ എന്ന് ഗുരു അനുഭാവപൂർവം മൊഴിയുകയും ചെയ്തു. ചോദിക്കുന്നു ആ യുവാവിനോട്, ഇപ്പോൾ എവിടുന്ന് വരുന്നു? വിനയത്തോടെ ഉണർത്തിക്കുന്നു, പെരിങ്ങോട്ടുകരയിൽ നിന്ന്. പെരിങ്ങോട്ടുകരയിൽ നിന്നെന്ന് പറഞ്ഞാൽ ശിവലിംഗദാസ സന്നിധിയിൽ നിന്ന് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇരുതോളിലും കൈവച്ച് അനുഗ്രഹപൂർവം ഗുരു മൊഴിയുകയാണ്, ഓ ശിവലിംഗന്റെ പ്രസാദം, ശിവപ്രസാദം. പ്രിയമുള്ളവരെ, ഇതൊരു നാമകരണമായിരുന്നു. ഇവിടെ ആചാര ഉപചാരപൂർവം സന്യാസദീക്ഷയല്ല നൽകിയത്, ശിവലിംഗന്റെ പ്രസാദമായി കിട്ടിയ കൃഷ്ണനെ. ഇവിടെ ശിവലിംഗദാസ സ്വാമികളുടെ ശിക്ഷണം ആവോളം ലഭിച്ചിരുന്നു. ശിവലിംഗദാസ സ്വാമികളുടെ ഉപദേശമനുസരിച്ച് ഭാരത പര്യടനം നടത്തിയിരുന്നു. പ്രസിദ്ധങ്ങളായ തീർത്ഥഘട്ടങ്ങളിൽ സന്ദർശനം നടത്തി, പല പല ആശ്രമങ്ങളും സന്ദർശിച്ച് സന്യാസിവര്യന്മാരുമായും മഹന്തുക്കൾക്കുമായും സമ്പർക്കപ്പെട്ട് ആധ്യാത്മിക വിദ്യ പരിചയിച്ച് പ്രസാദിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ കൃഷ്ണന്റെ പേർ ശിവപ്രസാദ് എന്ന് ആയിത്തീർന്നിരിക്കുന്നു. അടുത്ത നിമിഷം മുതൽ ശിവപ്രസാദൻ എന്നായിരിക്കും ഗുരുദേവൻ വിളിക്കുക. പറഞ്ഞല്ലോ, സന്യാസ ദീക്ഷാകർമ്മമല്ല നടന്നത്. പക്ഷേ കുമാരനാശാൻ വിവേകോദയത്തിൽ സാധു ശിവപ്രസാദിനെ പരാമർശിക്കുന്നത് ദിവ്യശ്രീ ശിവപ്രസാദ് സ്വാമികൾ എന്ന് തന്നെയാണ്. പഴക്കമുള്ള ആ ശിഷ്യപരമ്പരയിലെ മുതിർന്ന ഒരാളോടെന്ന വണ്ണം നവയൗവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സാധുവിനെ കുമാരനാശാനെ പോലെ ഒരാൾ സ്വീകരിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. ഗുരുദേവൻ അവിടെ വെച്ച് തന്നെ പ്രവൃത്തിയേൽപ്പിക്കുകയാണ്.
നിരീക്ഷിക്കേണ്ട കാര്യമില്ല, പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ യുവാവിൻ്റെ കഴിവ് ഗുരുദേവന് നന്നേ ബോധ്യമായിരിക്കുന്നു. ഏതാണ്ട് മുഴുവനായും ഈ യുവാവിനെ വിശ്വാസത്തിലും എടുത്തിരിക്കുന്നു. നന്നായി പ്രസംഗിക്കുമല്ലോ, ഇന്ന് പ്രസംഗിക്കാമോ? വിനയത്തോടെ ശിവപ്രസാദ് സ്വാമി പറയുന്നു, സ്വാമി കൽപ്പന പോലെ. അവിടെ ആത്മഗതമെന്നോണം ഏതാനും വർഷം മുമ്പ് തൃപ്പാദങ്ങൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കാര്യദർശിക്കായി നൽകിയ ഒരാജ്ഞയുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഗുരുദേവൻ പരാമർശിക്കുന്നത്. നാട്ടിലെല്ലാം ക്ഷേത്രങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അവയുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണോ അവ ഉയരുന്നതും പുലരുന്നതും? ക്ഷേത്രങ്ങൾ ലക്ഷ്യോന്മുഖമായി പ്രവർത്തിക്കണമെങ്കിൽ മതപ്രസംഗങ്ങൾ വേണം. അതിന് ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് എല്ലായിടത്തും ഹാളുകളുണ്ടായിരിക്കണം. ഇവിടെ ഇതാ നമ്മുടെ സങ്കല്പം ഒത്തുപോയല്ലോ. ഇവിടെ നോക്കൂ, ഈ ലക്ഷ്യത്തോടെ പ്രാസംഗികരെ ഏർപ്പെടുത്തിയിരുന്നു ഗുരുദേവൻ. പ്രാസംഗികരെന്നും പറഞ്ഞൊരു വിഭാഗം തന്നെ അന്നുണ്ടായിരുന്നു. യോഗത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി എന്നതുപോലെ അതൊരു പദവിയായിരുന്നു. പ്രസിദ്ധനായ പരവൂർ കേശവനാശാനും മുരൂരുമൊക്കെ പ്രാസംഗികരുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടായോ? ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടായിരിക്കില്ല. അതിൻ്റെ സൂചനകൾ കുമാരനാശാന്റെ വാർഷിക റിപ്പോർട്ടുകളിൽ കാണാം. ഇതൊരഭിമാനമോ അലങ്കാരമോ ആയിട്ടല്ലാതെ പ്രയോജനകരമായി ആരും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് ആശാൻ എഴുതേണ്ടി വന്നു. ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ചെന്ന് പ്രസംഗിച്ചെങ്കിലായി. ഗുരുവിൻ്റെ ആ വാക്ക് ശിവപ്രസാദ് സ്വാമികളുടെ കഴിവിനുള്ള ഒരംഗീകാരമായിരുന്നു. ഗുരുദേവന് ആ യുവാവിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു. ഇപ്പോൾ എല്ലാം ഒത്തുപോയല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണൊത്തത്. ഇപ്പോൾ തന്നെ പ്രസംഗിക്കുമോ എന്നാണ് ചോദ്യം. പ്രിയമുള്ളവരെ, ചെറിയൊരു സദസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരുക്കപ്പെട്ട സദസ്സൊന്നുമല്ല. ഹാളുകളോ പന്തലുകളോ ഒന്നുമില്ല. അവിടെ വെച്ചിരിക്കുന്ന മരങ്ങളൊക്കെ നാമ്പെടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഗുരു എവിടെയിരിക്കുന്നു അവിടേക്ക് ആളുകൾ കൂടും. ചില വേള ഗുരു ആരോടെങ്കിലും കൽപ്പിക്കും, ഇന്ന കാര്യം എല്ലാവർക്കുമായി പറഞ്ഞു കൊടുക്കുക. ഗുരുവിൻ്റെ കൽപ്പന അവിടെ നിറവേറ്റപ്പെടും. ആരെങ്കിലും അതിന് കാണും. അറിയാവുന്ന പോലെ അവർ പ്രസംഗിക്കുമെന്നല്ല പറയേണ്ടത്.
ഗുരുവിൻ്റെ അനുഗ്രഹം അവരിലൂടെ വാഗ്വിലാസമായി പ്രവഹിക്കുകയാണ്. അങ്ങനെ എത്രയോ പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ശിവപ്രസാദ് സ്വാമിയിലേക്കും ഇതിനോടകം തന്നെ പ്രാസംഗികൻ എന്ന് പേരെടുത്തിരുന്നു എങ്കിലും ഇതാ ഗുരുവിൻ്റെ സവിശേഷ അനുഗ്രഹം അവിടെ ചൊരിയപ്പെടുകയാണ്. ആ സന്നിധിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നു. ഇന്നോളം ആരും കേട്ടിട്ടില്ലാത്ത ശബ്ദഭാവങ്ങൾ, ആ വാക്കുകളുടെ ചേർച്ച, യുക്തമായി ഇണങ്ങുന്ന ഉപമകൾ, ശാസ്ത്രവാക്യങ്ങൾ, കവിതകൾ എന്നു മാത്രമല്ല ആകാര സുഷമ കൊണ്ടും ഈ യുവാവ് അനുഗ്രഹീതനത്രേ. ആ രൂപം തന്നെ ആകർഷകമാണ്. ആ രൂപത്തിൽ നിന്ന് പ്രവഹിക്കുന്ന വാക്കുകളോ അത് അവർണ്ണനീയമാണ്. എന്നു മാത്രമല്ല മഹാപണ്ഡിതനായിക്കൊള്ളട്ടെ, ഇടത്തരം സാധാരണക്കാരായിക്കൊള്ളട്ടെ, അക്ഷരജ്ഞാനമില്ലാത്തവരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാനാവുന്ന വിധത്തിലുള്ള അവതരണം. അമ്പരന്ന് അതേസമയം അതിൽ ലയിച്ച് ചിത്രത്തിൽ എഴുതിയതുപോലെ അവിടെ കൂടിയ ജനം ഇരുന്നുപോയി. ഈ പ്രസംഗം ഒരു ധ്യാനത്തിൽ എന്ന പോലെ ഗുരുവും ശ്രവിക്കുകയായിരുന്നു. ആ പ്രസംഗ ധോരണി നിലച്ചു. ആ പ്രസംഗത്തിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രസംഗം ഏത് തരത്തിൽ ഉള്ളതായിരുന്നു എന്ന് വ്യക്തമാകുമാർ ഗുരുദേവന് ഒരു അനുഗ്രഹവാക്ക് ചൊരിയുന്നു. ജാതിയുടെ വിഷപ്പല്ലുകൾ സമൂലം പറിച്ചെറിയുവാൻ ഈ ശിവപ്രസാദന്റെ പ്രസംഗം കൊള്ളാമല്ലോ. ജാതിയുടെ വിഷപ്പല്ലുകൾ സമൂലം പറിച്ചെറിയുവാൻ ശിവപ്രസാദന്റെ പ്രസംഗം കൊള്ളാമല്ലോ. നന്നായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നദിയുടെ ഉത്ഭവമായിരുന്നു അത്. ഏതെല്ലാം കരകളെ തഴുകിക്കൊണ്ട് നനച്ചുകൊണ്ട് അവിടെയെല്ലാം നവ്യചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകിത്തുടങ്ങുന്ന ഒരു നദിയാണ് ശിവപ്രസാദ് സ്വാമികളുടെ ഉത്ഭവം. ഇങ്ങനെയായിരുന്നു. ആദ്യം കാണുകയല്ല ഇവർ എന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ. ഒരിക്കൽ ഒരു ഉണ്ണിപ്പാറൻ, അദ്ദേഹം മഹാപണ്ഡിതനാണ്, ശിവഗിരിയിലെ ഒരു സന്യാസിയാവുകയാണ് അദ്ദേഹം വൈകാതെ തന്നെ. അദ്ദേഹമാണ് സച്ചിദാനന്ദ സ്വാമികളെന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് അല്ല കേട്ടോ. അദ്ദേഹവുമായി യാദൃച്ഛികമായി ഈ കൃഷ്ണൻ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹം ഗുരുദേവനെ കുറിച്ച് കേട്ടിരുന്നു. ഗുരുദേവനെ ആഴത്തിൽ മനസ്സിലാക്കിയ ആളെന്നുള്ള നിലയിലാണ് ഈ ഉണ്ണിപ്പാറൻ വൈദ്യരുമായി കൂടുതൽ സംഭാഷണം നടത്തുന്നത്. അപ്പൊ കൃഷ്ണനൊരു ജോലി ഉണ്ടായിരുന്നു.
കൊച്ചിയിൽ മെട്രിക്കുലേഷൻ അത്രേ പഠിച്ചുള്ളൂ. ഇംഗ്ലീഷിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷും സംസാരിക്കുവാൻ ഈ മെട്രിക്കുലേറ്റിന് കഴിഞ്ഞിരുന്നു. കൊച്ചിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇദ്ദേഹം കൊച്ചിക്കാരനല്ല, കണ്ണൂരുകാരനാണ്. കണ്ണൂരിൽ 1886 അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് കണ്ണൂർക്കാരനും മാതാവ് മാഹിക്കാരിയുമായിരുന്നു. പിതാവിന് പുരാണ ഇതിഹാസങ്ങളിൽ അഗാധ പരിജ്ഞാനമുണ്ടായിരുന്നു. പുരാണ കഥകൾ പറയുക, പ്രത്യേകിച്ചും തൻ്റെ കുഞ്ഞിനെ ഇത് പറഞ്ഞു കേൾപ്പിക്കുക. ഈ കുഞ്ഞാണെങ്കിലോ ആകാംക്ഷയോടെ അത് കേട്ടിരിക്കുക. ആധ്യാത്മികതയോട് ആ കുഞ്ഞിനുണ്ടായിരുന്ന താല്പര്യം അന്നേ വെളിപ്പെട്ടു. ജിജ്ഞാസ കൂടുതൽ കൂടുതൽ പറയാൻ ആ പിതാവിനെ പ്രേരിപ്പിച്ചു. ചുരുക്കി പറയാമല്ലോ, പുരാണ ഇതിഹാസ കഥകളെല്ലാം തന്നെ പിതാവ് മരിക്കുമ്പോഴേക്കും തൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അകാലത്തിൽ ആ പിതാവ് മരിക്കുമ്പോൾ കുട്ടിക്ക് 12 വയസ്സേ ആകുന്നുള്ളൂ. ബുദ്ധിമാനായി ഈ കുട്ടിയെ പഠിപ്പിക്കണം. അമ്മയ്ക്ക് നിവൃത്തിയില്ല. ഒരു ബന്ധുവുണ്ടായിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ ഒരു കമ്പനിയിലാണ് ജോലി എടുത്തിരുന്നത്. ഈ കുട്ടിക്ക് നല്ല ഭാവിയുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിരുന്ന ഈ മാന്യൻ കുട്ടിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തൻ്റെ ഒപ്പം നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. മെട്രിക്കുലേഷൻ പാസ്സായി തുറന്ന് പഠിപ്പിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ തന്നെ ഒരു കമ്പനിയിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സവിടെ ഉറയ്ക്കുന്നില്ല. ആധ്യാത്മികതയോടൊരു അഭിനിവേശം മുട്ടിട്ടിരുന്നു എന്നല്ല, അത് തീവ്രമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം അതിനുള്ള വഴി തേടുകയായി. സ്വന്തമായി പലതും വഹിക്കുന്നുണ്ട്. ആധ്യാത്മികങ്ങളായ പരിപാടികളിലും മറ്റും സമയം കണ്ടെത്തി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയ്ക്ക് അതൊന്നും മതിയാവുമായിരുന്നില്ല. ഗുരുദേവനെക്കുറിച്ച് ഏറെക്കുറെ നാടാകെ അറിഞ്ഞു കഴിഞ്ഞിരുന്ന കാലമാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അദ്ദേഹം പലതും കേട്ടു. ഗുരുദേവനെക്കുറിച്ച് അറിയാവുന്നവരോട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഗുരുദേവനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞു വന്നു. അങ്ങനെയാണ് യാദൃച്ഛികമായി ഈ പറഞ്ഞ ഉണ്ണിപ്പാറൻ വൈദ്യരുമായി കണ്ടുമുട്ടുന്നത്. ഗുരുദേവന്റെ മഹാമഹിമകളെ അദ്ദേഹം കാര്യമായി തന്നെ വർണ്ണിച്ചു കേൾപ്പിച്ചു. പക്ഷേ പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ല എങ്കിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാശ്ചാത്യ വിദ്യാഭ്യാസമായിട്ട് കരുതാമെങ്കിൽ അന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചാൽ അല്പം തലതിരിഞ്ഞു പോകും. ഏതാണ്ട് അതിൻ്റെ നേരിയൊരു ഛായ ഇംഗ്ലീഷ് പഠിച്ച
ഈ കൃഷ്ണനില്ലാതിരുന്നില്ല. ഈ പറഞ്ഞതൊന്നും പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല എന്ന് കൃഷ്ണന്റെ മനസ്സ് മന്ത്രിച്ചു. അത് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉപദേശിച്ചത്, നീ തൃപ്പാദങ്ങളെ നേരിട്ടൊന്ന് കാണൂ. നേരിട്ട് കണ്ടാൽ നിന്റെ സകല സംശയങ്ങളും തീരും. അവിടുത്തെ കാണണമെങ്കിൽ എവിടെ ചെല്ലണം? അവിടുന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഏത് കാലം എവിടെ കാണുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആശ്വാസത്തിനു കൂടിയായിരിക്കാം ഉണ്ണിപ്പാറം വൈദ്യർ ഒരു ഉപദേശം കൊടുത്തു. നീ എന്നും ഗുരുവിനെ സ്മരിക്കൂ, നീ എന്നും ഗുരുവിനെ സ്മരിക്കൂ, നിനക്ക് ഗുരുദർശനമുണ്ടാകും. ഈ കൃഷ്ണൻ അത് വിശ്വസിക്കുന്നു. നിത്യപ്രാർത്ഥന ചെയ്യുന്നയാളാണ്. ഇതിനോടകം യോഗയും ശീലിച്ചിട്ടുണ്ട്. അത് നിത്യാനുഷ്ഠാനമാണ്. നിത്യവുമുള്ള പ്രാർത്ഥനയോടൊപ്പം ഗുരുവിനെയും സ്മരിക്കും. അതുവരെയുള്ള കേട്ടറിവ് വച്ച് ഗുരുവിനെയും സ്മരിക്കും. ഒരു ദിവസം കൃഷ്ണന് തോന്നി, വെറുതെ ഒന്ന് നടക്കാം. അങ്ങനെ നടന്ന് തൃശ്ശൂരെത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിച്ചു. അപ്പൊ കാണാം, വലിയൊരു ഭാഗത്ത് ഒരു ആൾക്കൂട്ടമുണ്ട്. ആൾക്കൂട്ടമുണ്ടെങ്കിലും ബഹളമില്ല. പൊതുവേ ബഹളമയമാകാറുള്ളതാണ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ. പക്ഷേ അവിടെ നല്ല അച്ചടക്കവും അടുക്കവും ഒതുക്കവും. ഒരു കൗതുകം തോന്നി അങ്ങോട്ട് ചെന്നു. അടുത്തപ്പോൾ മനസ്സിലായി, ഇതാ ഒരാൾ ഒരു ചാരു കസേരയിൽ ഇരിപ്പുണ്ട്. ചാരിയാണിരിക്കുന്നത്. വെള്ള മുണ്ടുടുത്തിട്ടുണ്ട്, പുതച്ചിട്ടുണ്ട്. ആ പൊതയാണെങ്കിൽ ശിരസ് വഴി മൂടിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടൽ ശരിക്ക് കണ്ടില്ല, മുഖം വിശേഷിച്ചും കണ്ടില്ല. അലോസരം ഉണ്ടാകാതെ ഈ വിടവ് കണ്ടത്തോട്ട് വളരെ സൂക്ഷിച്ച് കടന്ന് മുമ്പിലെത്തി ആ മുഖത്തോട് നോക്കിയപ്പോൾ ആ ഒറ്റ ദർശനത്തിൽ തന്നെ ഈ യുവാവ് ഉറപ്പിച്ചു, ഉണ്ണിപ്പാറൻ വൈദ്യർ പറഞ്ഞതിനപ്പുറത്താണ്. എന്താണ് ആ മുഖകാന്തി? എന്താണ് ആ മുഖത്തെ ഭാവം? കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. എന്തായിരുന്നു ആ കണ്ണിലെ ആ ചൈതന്യം? ഇപ്പൊ പലരും അതിൻ്റെ ഈ ഗുരുദേവന്റെ യാത്രാ പരിപാടിയിലെ കാര്യകർത്താക്കൾ, പ്രമാണിമാർ പലരുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. അങ്ങനെ അധിക സമയം മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ആ തിരക്കിനിടയിൽ തള്ളി അല്ലെങ്കിൽ ഇട കൊടുത്ത് ഈ കൃഷ്ണൻ പിന്നിലായിപ്പോയി. ഇപ്പൊ ഗുരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ, വേദാന്തങ്ങളൊന്നും പറയുന്നില്ല. ആ നാട്ടിലെ വിശേഷങ്ങളോ ഒക്കെയാണ് സംഭാഷണ വിഷയം. ഗുരു എന്തെങ്കിലും മുഴിയുമ്പോൾ അതിനെന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അവിടെ വലിയ ഒച്ച പൊങ്ങുന്നില്ല. ഈ തീണ്ടലിന്റെ ആ ഒരു
വിഷയം പരാമർശിച്ച് ഇവിടെ എങ്ങനെയാണ്? നോക്കിക്കുളിയാണോ തീണ്ടിക്കുളിയാണോ എന്ന് ഗുരുദേവൻ ചോദിക്കുന്നു. അപ്പൊ തൊട്ടാൽ മാത്രമല്ല, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്നാണല്ലോ പറയുന്നത്. തൊട്ടാലേ കുളിയുള്ളോ അതോ കണ്ടാലും? ചില നാട്ടിലൊക്കെ കണ്ടാൽ തന്നെ കുളിക്കണം. ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, ഇവിടെ തീണ്ടിക്കുളിയാണ് സ്വാമി. ശബ്ദം കേട്ടിടത്തേക്ക് ഗുരു തിരിച്ചു നോക്കി. ഒരു യുവാവാണ്. ഒരു അടിമുടി ഒന്ന് നോക്കി, ഇരുത്തി നോക്കി. ഈ യുവാവ് തൊഴുതു നിന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ സംഭാഷണങ്ങളൊക്കെ ഇവിടുന്നും ഒക്കെ ഉയരാതിരുന്നില്ല. അവിടുത്തെ കുളിയെപ്പറ്റി. തൃപ്പാദങ്ങൾക്ക് ധൃതിയില്ല. അവിടുന്ന് ഇങ്ങോട്ട് യാത്ര പോവുകയല്ലായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എന്ന് കരുതി. അവിടെ കുറെ നേരം സന്നിധാനം ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഗുരു എഴുന്നേറ്റ് നടക്കുന്നു. പിന്നിൽ നിന്നിരുന്ന കൃഷ്ണനും പുറകെ പോകുന്നു. അവിടം വിട്ടല്പം മാറി ഒരു വയൽ ഭാഗത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ കാണാം, അവിടെ കുറെ പുലക്കുട്ടികൾ നിന്ന് പുല്ലരിയുകയാണ്. ഗുരു അവരെ സൂക്ഷിച്ചു നോക്കി നിന്നു. അപ്പോൾ ഏതാണ്ട് ഈ ശിവപ്രസാദ സ്വാമികളും ഗുരുദേവനും ഏതാണ്ട് സ്വൈര്യ സംഭാഷണത്തിൽ ഏർപ്പെടാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഗുരുവിനെ പിന്നാലെ അനുഗമിച്ച് ഒപ്പം നിന്നത് ആ വലിയ കൂട്ടത്തിൽ ഏതാനും പേർ മാത്രമായി പോയതിൽ ഒന്ന് ഈ കൃഷ്ണനായിരുന്നു. പറയുകയാണ് ഈ യുവാവിനോട്, നോക്കൂ, ഇവരെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചാൽ, പരിപ്പ് കൂട്ടി ചോറ് കൊടുത്താൽ നമ്പൂരി കൃഷ്ണന്മാരെക്കാൾ മിടുക്കരായ ഉണ്ണിക്കണ്ണന്മാരായി ഇവർ മാറില്ലേ? ഇവരെ എണ്ണ തേച്ച് കുളിപ്പിക്കണം. പരിപ്പും ചോറ് കൊടുത്തെന്ന് പറയുമ്പോൾ പരിപ്പും ചോറൊന്നും ഒരു ഔഷധം പോലെ അല്ല പറയുന്നത്. നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തിയാൽ ഇവർ, നോക്കൂ, പിന്നീടാണ് ആശാൻ എഴുതിയത്, തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ. ഇപ്പോ ഇത് താണ് കിടക്കുന്നത് കൊണ്ടാണ്. ഇത് യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭാഷണമല്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. ഈ യുവാവിലേക്ക് പലതും ഗുരു ചെലുത്തുകയാണ്, കുത്തിവെക്കുകയാണ്. ശിവപ്രസാദ് സ്വാമിയെ ഉണർത്തിയ ഒരു ഒരു വചനമായിരുന്നു അത്. അവിടെ പിന്നെ രണ്ടുപേരും തമ്മിൽ ചില സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗുരുപ്രസാദ് സ്വാമിക്ക് തീണ്ടലുണ്ടോ എന്നറിയാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പുലയരോടൊപ്പം ഇരുന്നുണ്ണാൻ മടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മടിയില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. കുഷ്ഠരോഗിയോടൊപ്പം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഭയമുണ്ട് സ്വാമി എന്ന് തുറന്നു പറയുന്നുമുണ്ട്. അപ്പോൾ അത് വീരവാദമായിരുന്നില്ല. അവിടെ ഗുരുവിന്റെ ചില അനുഭവങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ ആത്മകഥാംശം
ഇതാ ആദ്യമായി പരിചയപ്പെട്ട ഈ അഭിനവ ശിഷ്യനോട് ഗുരു വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, പലപ്പോഴും ചോദിച്ചാൽ പോലും മൗനത്തിൽ മുഴുകിയിരുന്ന ഗുരു ഇത്ര തുറന്ന് ഈ ശിഷ്യനോട്, പുതിയ ശിഷ്യനോട് പറയണമെങ്കിൽ എത്രമേൽ ആ യുവാവിനെ ഗുരു ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗുരു പൂർവകാല അനുഭവങ്ങൾ പലതും ഈ യുവാവിനോട് വെളിപ്പെടുത്തുന്നു. കുഷ്ഠരോഗിയോടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് താൻ വാരി ഭക്ഷിച്ചിട്ടുണ്ടത്രേ. മുസൽമാന്മാരോടും ക്രിസ്ത്യാനികളോടും ഒപ്പമിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചിട്ടുണ്ടത്രേ. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക, എപ്പോൾ എവിടെ വെച്ച് എന്ന് നിശ്ചയമില്ലാത്ത, നമ്മെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമില്ലാത്ത പല പല പ്രധാനപ്പെട്ട ഗുരുവാണികളും വെളിയിൽ വരുന്നത് ഈ ശിവപ്രസാദ് സ്വാമികളുമായിട്ടുള്ള സമ്പർക്ക വേളയിലാണ് എന്ന് എത്ര പേരറിയുന്നു. അവരവിടെ നിന്ന് കയറിപ്പോരുന്നു. അപ്പോൾ അതാ ഒരു ഭവനത്തിലേക്ക് അവിടുത്തെ ആനയിക്കുന്നു. ആ ഭവനത്തിലെത്തുമ്പോൾ അന്തരീക്ഷം വല്ലാതെ മാറി. സുഖമില്ലാത്ത പല ആളുകളെയും തൃപ്പാദങ്ങൾ അവിടെ വരുന്നു എന്നറിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഈ മാനസിക വിഭ്രാന്തിയുള്ളവരുണ്ട്. അന്നത്തെ നിലയ്ക്ക് ഈ ഭൂതാവേശമുണ്ടായിട്ടുള്ളവർ. കാഴ്ചകൾ ധാരാളം വരുന്നുണ്ട്. കൽക്കണ്ടം, മുന്തിരി, പഴങ്ങളൊക്കെ ആയിട്ട് ധാരാളം കാഴ്ചകൾ വരുന്നുണ്ട്. അവിടെ കൂടിയിട്ടുള്ളവർക്കെല്ലാം ആ തൃക്കരങ്ങളാൽ തന്നെ അത് പ്രസാദമായി വിതരണവും ചെയ്യുന്നുണ്ട്. പലരുടെയും ബാധ, രോഗ, പീഡകളെല്ലാം ഗുരു ഒഴിച്ചുവിടുന്നുണ്ട്. ഇതെല്ലാം നിർനിമേഷനായി നോക്കി നിൽക്കുകയാണ് ഈ യുവാവ്. അദ്ദേഹം ഒന്നുറപ്പിച്ചു. ഗുരുവിന്റെ മഹിമയെക്കുറിച്ച് ഉണ്ണിപ്പാറം വൈദ്യർ തന്നോട് കുറെയൊക്കെ പറഞ്ഞു. അവിടെ ഒരു പരമാർത്ഥം അദ്ദേഹം പറഞ്ഞിരുന്നു. തൃപ്പാദങ്ങളെ നേരിട്ട് ദർശിച്ചാൽ നിന്റെ സംശയങ്ങളെല്ലാം തീരും. സംശയം അപ്പാടെ ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പാടെ ഒഴിഞ്ഞുപോയി. താൻ കേട്ടതൊന്നും ആയിരുന്നില്ല ഗുരു. തനിക്ക് പോലും അളക്കാൻ പറ്റാത്ത അത്ര ഔന്നത്യത്തിലാണ് ഈ ഗുരുവിന്റെ മഹിമ. അവിടെ നിന്ന് ഇതാ മറ്റൊരു വൈദ്യരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ കൂടിയിരുന്ന വലിയൊരു പുരുഷാരം അനുഗമിക്കുന്നുണ്ട്. ഈ യുവാവിന് ഒപ്പം നിൽക്കുവാൻ അവസരം ഒരുക്കി എന്നുള്ളതാണ്. അതെങ്ങനെ? അതിനോടകം എല്ലാവർക്കും മനസ്സിലായി. ഈ യുവാവിനെ സവിശേഷമായി ഗുരു പരിഗണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗുരുവിൽ നിന്ന് അകന്നു പോകാതെ ഗുരുവിനോട് ഒപ്പം നിൽക്കുവാൻ ഇതാ അനുഗമിക്കുന്ന, ഒപ്പം നിൽക്കുന്ന ശിഷ്യന്മാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്തൊരു ഭാഗ്യമാണ്. ആ വൈദ്യരുടെ വീട്ടിലെത്തി. അവിടെയും ഇങ്ങനെ നാട്ടുകാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഭക്ഷണത്തിന് സമയമായി കഴിഞ്ഞിരുന്നു. ഔചിത്യബോധമുള്ള അവിടെ കൂടിയ മഹാജനങ്ങളെല്ലാം അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി മാറി. ഗുരുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കട്ടെ. നല്ല ആതിഥ്യ മര്യാദ കാണിക്കുന്ന വീട്ടുകാർ, അവർക്കൊരിക്കലും ശല്യമാകാതെ എത്ര ഔചിത്യപൂർവമാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. ആ ഔചിത്യം ഈ യുവാവും കാണിക്കുന്നു. ആളുകൾ ഒഴിഞ്ഞ കൂട്ടത്തിൽ
ഇദ്ദേഹവും മുമ്പിൽ തന്നെ ഇറങ്ങി ഒഴിഞ്ഞു നിന്നു. തൃപ്പാദങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഒരു നിരയിൽ ശിഷ്യന്മാർ കിലവെച്ചു. തൃപ്പാദങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനത്ത് ഇലവെച്ചു. ഇലവെച്ച് മാറിയ ആളോട് പറയുന്നു, കൈ ചൂണ്ടി സ്ഥാനം കാട്ടിക്കൊണ്ട് പറയുന്നു, ഒരില കൂടി. അതാർക്കാണെന്നൊരു കൗതുകം എല്ലാവർക്കും തോന്നാതിരുന്നില്ല. ഗുരുവിനോടൊപ്പം വിട്ട ആ ഇലയിലും എല്ലാം വിളമ്പുന്നു. ഗുരുവിനൊരു പ്രത്യേകതയുണ്ട്. തന്നെ പരിഗണിക്കുന്നത് പോലെ തന്നെ ഒപ്പം ഇരിക്കുന്നവരും പരിഗണിക്കപ്പെടണം. ഭക്ഷണം വിളമ്പുന്നവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കും. തനിക്ക് അടുത്തറിയാവുന്ന ശിഷ്യന്മാരുടെ ചില അഭിരുചികൾ മനസ്സിലാക്കി ചില സാധനങ്ങളൊക്കെ അധികമായി കൊടുക്കുവാൻ അവിടുന്ന് കൽപ്പിക്കും. നോക്കണം, എത്ര സൂക്ഷ്മതയോടെയാണ് ഗുരു ഓരോരുത്തരെയും വിലയിരുത്തിയിരിക്കുന്നത്. എല്ലാമായോ, എല്ലാവർക്കുമായോ എന്ന് ഗുരുദേവൻ അന്വേഷിക്കുന്നു. എല്ലാവർക്കുമായി. പക്ഷെ ആ ഇല ആർക്ക് എന്ന ഒരു ചോദ്യഭാവം വിളമ്പുന്നവർക്കും ആതിഥേയനും ഒപ്പമുള്ള ശിഷ്യന്മാർക്കും. ആരും ചോദിക്കുന്നില്ല. ഗുരു കൽപ്പിക്കുന്നു, ആ കണ്ണൂർക്കാരൻ, ആ കണ്ണടക്കാരനെ വിളിക്കൂ. അപ്പോൾ ഇത് സ്വാമിക്കും ശിഷ്യന്മാർക്കും മാത്രമുള്ളതാണ്. അവരും ഞങ്ങളും എല്ലാവരും കൂടി പിന്നീട് ഇരുന്നു കൊള്ളാം. ഞങ്ങള് നാട്ടുകാരാണല്ലോ. തൃപ്പാദങ്ങൾ പറയുന്നു, നാം ഇത് സങ്കല്പിച്ചു പോയല്ലോ. അദ്ദേഹത്തിനായി നാം ഇത് സങ്കല്പിച്ചു പോയല്ലോ. പിന്നെ അമാന്തിച്ചില്ല. ഗൃഹനാഥൻ വെളിയിലിറങ്ങി ഈ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരുന്നു. തൃപ്പാദങ്ങൾ ഇതാ ഒപ്പമിരിക്കാൻ കൽപ്പിക്കുന്നു. അവിടെ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. സങ്കോചപ്പെടുന്നില്ല. വേണ്ട സ്വാമി, ഞാൻ പിന്നെ ഇരുന്നോളാമെന്ന് പറയുന്നില്ല. ഗുരു കൽപ്പനയെ അനുസരിക്കാൻ പാകമായി എന്ന് ഈ ശിഷ്യൻ അവിടെ തെളിയിക്കപ്പെടുകയാണ്. ഒപ്പമിരുത്തി. എത്രയോ പഴക്കമുള്ള ശിഷ്യന്മാർ ഇതാ മറ്റൊരു പന്തിയിലിരിക്കുമ്പോൾ ഏതാനും സമയം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഈ യുവാവിനെ ഒപ്പമിരുത്തി ഭക്ഷണം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ശിഷ്യനായി സ്വീകരിച്ചു എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവായിരുന്നു അത്. ആ ഒപ്പമിരുത്തിയുള്ള ആ സഹഭോജനമുണ്ടല്ലോ, അതായിരുന്നു യഥാർത്ഥ ദീക്ഷ നൽകലെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. പിന്നെ ആ സദസ് പിരിഞ്ഞു. ഈ യുവാവിന് പിന്നെ ജോലി വേണ്ട. അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് ആത്മീയ വഴി മതിയെന്നായി. അപ്പോൾ അറിയുന്നുണ്ട്, ഗുരുവിന്റെ ഒരു അരിമ ശിഷ്യൻ പെരിങ്ങോട്ടുകരയിലുണ്ട്. അവിടേക്കായി യാത്ര. അവിടെ എത്തി ശിവലിംഗസ്വാമികളെ കണ്ടു. ആവശ്യപ്പെട്ടത് തനിക്ക് സന്യാസം വേണം. ശിവലിംഗ ഗുരു ആ യുവാവിനെ ആകെ നോക്കി. കുറേയേറെ നേരം നോക്കിയിരുന്നിട്ട്
വീട്ടിലേക്ക് തന്നെ മടങ്ങൂ എന്നാണ് ഉപദേശിച്ചത്. ഗൃഹസ്ഥത്തിൽ തന്നെ കഴിഞ്ഞുകൂടുവാനാണ് ഉപദേശിച്ചത്. ഈ യുവാവിനത് ചിന്തിക്കുവാൻ കൂടി കഴിയുമായിരുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. എന്നാൽ ശിവലിംഗസ്വാമികൾ ഒരു അപ്രീതിയും കാണിച്ചില്ല. ഒപ്പം വസിക്കുന്ന ഒരു ശിഷ്യനോട് എങ്ങനെ പെരുമാറണം, ആ ശിഷ്യനെ ഏതെല്ലാം തരത്തിൽ ശിക്ഷിപ്പിച്ചെടുക്കണം, ശിക്ഷണം കൊടുത്ത് വളർത്തണം, അതെല്ലാം സ്വാമികൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിന് പുണ്യതീർത്ഥങ്ങൾ കാണണം, പര്യടനം നടത്തണം, തീർത്ഥാടനം നടത്തണം എന്നുള്ള ആഗ്രഹം മനസ്സിലാക്കിയ സ്വാമികൾ അതിനു വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് യാത്രയയച്ചു. അങ്ങനെ കൃഷ്ണൻ പോവുകയാണ്. പ്രസിദ്ധപ്പെട്ട മഠങ്ങളെല്ലാം തന്നെ സന്ദർശിച്ചു. ആ യാത്രയിൽ ക്ഷേത്രങ്ങൾ മാത്രമല്ല സന്ദർശിച്ചത്, പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ചു. ചെല്ലുന്നിടത്തെല്ലാം മഹന്തുമാരുമായും ആചാര്യന്മാരുമായും കൂടിക്കാണുക മാത്രമല്ല, അവരിൽ നിന്ന് ആവോളം അറിവ് ആർജിക്കുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണ മഠവും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അവിടെ ഏതാനും ദിവസം താമസിക്കുകയും ചെയ്തിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി, ബ്രഹ്മസമാജം, ആര്യസമാജം, ഇതുപോലുള്ള ഹൈന്ദവ നവീകരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്തറിഞ്ഞു. അതിൻ്റെ നായകരുമായി ഉറ്റബന്ധം സ്ഥാപിച്ചു. അങ്ങനെ സാർത്ഥകമായ ഒരു തീർത്ഥാടനം നടത്തിയാണ്, അറിവ് നേടി മാത്രമല്ല പല കാര്യങ്ങളിലും അനുഭവജ്ഞാനം കൂടി നേടിയാണ് കേരളത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത്. വീണ്ടും പെരിങ്ങോട്ടുകര ശിവലിംഗദാസ സ്വാമികളുടെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം ഒരാൾ വരുന്നു തൃപ്പാദ കൽപ്പനയുമായി. ആ കണ്ണടക്കാരനെ, ആ കണ്ണൂർക്കാരനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ തൃപ്പാദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അയാളോടൊപ്പം ശിവഗിരിയിലെത്തി ഗുരുവിനെ പ്രണമിച്ച സന്ദർഭമാണ് ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ നാം കണ്ടത്. കൃഷ്ണൻ എങ്ങനെ ശിവപ്രസാദ് സ്വാമി ആയി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രസംഗങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. പലപ്പോഴും ഗുരുദേവ സാന്നിധ്യത്തിലാണ് അത് നടന്നത്. ശിവപ്രസാദ സ്വാമി പ്രസംഗിക്കുമ്പോൾ ഗുരുവിൻ്റെ ആ നില കണ്ടാലറിയാം, ആ ഇരിപ്പ് കണ്ടാലറിയാം. അതുപോലെയൊക്കെ ഒരു പ്രസംഗം ഗുരുദേവൻ ആസ്വദിച്ചിരിക്കണമെങ്കിൽ, അതും ധ്യാനനിഷ്ഠയിലെന്ന പോലെ ഇരിക്കണമെങ്കിൽ എത്ര ആർജവമുള്ളതായിരുന്നു ആ വാക്കുകൾ. അത് കേവലം ഒരു ശബ്ദ ഘോഷണം മാത്രമായിരുന്നില്ല, ആലങ്കാരിക പ്രയോഗങ്ങൾ മാത്രമായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒറ്റ വ്യത്യാസം മാത്രം, കേൾക്കുന്നവർ അതിലലിഞ്ഞ് ലയിക്കും. അത്ര വശീകരണ ശക്തിയുമുണ്ട് എന്ന് മാത്രമല്ല, ഇത് കേട്ടാൽ ആരും വശപ്പെട്ടു പോകും. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സഫലമായിരുന്നു എന്ന് ചുരുക്കം. സാധാരണ പ്രസംഗങ്ങൾ കേട്ടുപോകത്തേ ഉള്ളൂ, അതൊന്നും നമ്മെ തീണ്ടാറില്ല, സ്വാധീനിക്കാറില്ല.
പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അയവിറക്കും, ഒക്കെ ശരി. പക്ഷേ ഇത് അനുസരിക്കുവാൻ ആർക്കും തോന്നും. അതുപോലൊരു പ്രസംഗ ശൈലിയായിരുന്നു ശിവപ്രസാദ സ്വാമികളുടെ. പ്രിയമുള്ളവരെ, ശാരദാ പ്രതിഷ്ഠയുടെ കാലമായി. ശാരദാ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന് സഹായികളായി പരികർമ്മികളാകാൻ ഭാഗ്യം ലഭിച്ചത് 2 കണ്ണൂറുകാർക്കാണ്. എല്ലാവരുടെയും വിശിഷ്ട സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് വരികിലും സമയാസമയങ്ങളിൽ ഗുരുവിനെ വേണ്ടുന്നത് എടുത്തു കൊടുക്കാനും സഹായിക്കുവാനും ഭാഗ്യമുണ്ടായ 2 കണ്ണൂരുകാരും പ്രസാദുമാരായിരുന്നു. അതിലൊന്ന് നമ്മൾ മുമ്പ് പരിചയിച്ച ഗുരുപ്രസാദ സ്വാമികളും, രണ്ടാമത്തേത് ശിവലിംഗന്റെ പ്രസാദമായി ലഭിച്ച ഇതാ ശിവപ്രസാദ സ്വാമികളും. ആ ശാരദാംബയെ കീർത്തിച്ചെഴുത പ്രാർത്ഥനയാണ് ഇതിന്റെ പ്രാരംഭത്തിൽ നാം കേട്ടത്. പ്രസിദ്ധപ്പെട്ട ശാരദാ കർണാമൃതം ശിവപ്രസാദ സ്വാമികൾ രചിച്ചതത്രേ. വർക്കലേശ്വരീ ശാരദേ പാഹിമാം, ശിവഗിരീശ്വരീ ശാരദേ പാഹിമാം. നോക്കൂ, നാരായണപൂർത്തെ പോലെ തന്നെ എല്ലാ ഭക്തരുടെയും നാവുകളിൽ നിത്യനർത്തനം ചെയ്യുന്ന ഒരു പ്രാർത്ഥന. ആ ഒരൊറ്റ പ്രാർത്ഥന മതി അദ്ദേഹത്തിന്റെ നാമം ശാശ്വതമായി. അദ്ദേഹമാണ് ഇത് രചിച്ചത് എന്ന് നാം അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. ഈ പ്രാർത്ഥന ജപിക്കുന്നവർ ഇനി സാധു ശിവപ്രസാദ സ്വാമികളെ കൂടി ഓർക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ശാരദാ പ്രതിഷ്ഠയ്ക്ക് ഒരു വിശേഷമുണ്ടായിരുന്നു. SNDP യോഗത്തിന്റെ വാർഷികവും കൂടി അതോടൊപ്പം നടക്കുകയാണ്. ശാരദാ പ്രതിഷ്ഠയെക്കുറിച്ച് ആലോചിക്കുവാനുള്ള ഒരു യോഗമുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. അവിടെ വെച്ച് ഗുരുദേവൻ യോഗം കാര്യദർശിയോട് നിർദ്ദേശിച്ചത് ഗുരുദേവന്റെ അധീനതയിലുള്ള എല്ലാ മഠങ്ങളും ക്ഷേത്രങ്ങളും മറ്റു സ്വത്തുക്കളും തിട്ടപ്പെടുത്തി കണക്കുണ്ടാക്കി മേലിലുള്ള അതിൻ്റെ കൈകാര്യകർത്തൃത്വം യോഗം ഏറ്റെടുക്കണമെന്നായിരുന്നു. അതുപ്രകാരം കത്ത് കൊടുക്കുക തന്നെ ചെയ്തു. സകല സ്വത്തുക്കളും SNDP യോഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ യോഗം കാര്യദർശിക്ക് കത്ത് നൽകി. തുടർന്ന് ആലുവ അദ്വൈതാശ്രമ സ്ഥാപനത്തിലേക്ക് അവിടുന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു. അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ വൈക്കം വെല്ലൂർ മഠം അവിടുന്ന് ഒരുക്കുകയുണ്ടായി. അതുമായി തൃപ്പാദങ്ങൾ പുറപ്പെട്ടപ്പോൾ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്വത്തുക്കൾ ഗുരുദേവൻ രഹാമൂലം ഏൽപ്പിച്ചു എന്നത് ശരി. ഇതെങ്ങനെയൊക്കെ ഭരിക്കണം, അതിനുള്ള സംവിധാനങ്ങളെന്ത്, വ്യവസ്ഥകളെന്ത്, ഇത് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. പ്രസിദ്ധരായ ഡോക്ടർ പൽപൂനെയും M ഗോവിന്ദനെയും C കൃഷ്ണനെയും 3 പേരും മോശക്കാരാണോ? ഈ 3 പേരെയാണ് ചുമതലപ്പെടുത്തിയത്. കൂടുതൽ ആവശ്യമുള്ളവരെ ഉൾപ്പെടുത്തി ആ കമ്മിറ്റി വിപുലീകരിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തിരുന്നു. പക്ഷേ ഇവർക്കത് സാധിച്ചില്ല.
അവിടെ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഇങ്ങനെ ചട്ടവ്യവസ്ഥകൾ ഉണ്ടാക്കി വരുന്നതിന് സാവകാശം വേണം. എന്നാൽ ദേവസ്വം കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. ഒട്ടനവധി ദേവസ്വങ്ങളുണ്ട്, കുന്നുംപാറ, അരുവിപ്പുറം പോലുള്ളത്. മഠങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, അന്തേവാസികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്വത്തുക്കളാണെങ്കിൽ അനവധിയുണ്ട്. എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തേ ഒക്കൂ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു. SNDP യോഗം ഒരു ദേവസ്വം സെക്രട്ടറിയെ വെക്കുക. അപ്പോൾ അവിടെ ഇതിന്റെ മേൽനോട്ടം മാത്രമല്ല, പിന്നെയോ ഈ ക്ഷേത്രങ്ങളെ ഗുരുദേവ സങ്കല്പാനുസരണം കൊണ്ടുവരുന്നതിന്, നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടുന്നതായ ബോധവൽക്കരണം നടത്തുക. ഗുരു നിർദ്ദേശിച്ച രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം അവിടങ്ങളിൽ ഒരുക്കുവാൻ അതാത് ദേശത്തെ സമാജങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക, അതിന് മേൽനോട്ടം വഹിക്കുക. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം. ചൈതന്യസ്വാമികളുണ്ടായിരുന്നു. ക്ഷേത്ര സ്ഥാപനങ്ങൾക്ക് നിർണായകമായ സഹായ സഹകരണങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ശില്പ വിദഗ്ധനായിരുന്നു, താന്ത്രിക പ്രവീണനുമായിരുന്നു. വൈദിക വിധികളെല്ലാം ശാസ്ത്രീയമായി പഠിച്ച ശങ്കരൻ പരദേശി സ്വാമികളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാത്വിക ക്ഷേത്രങ്ങൾ, ആരാധനയൊക്കെ നടപടിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് പഴയ കാടും പടലും എല്ലാം വെട്ടിക്കളയേണ്ടതുണ്ടായിരുന്നു. ഒരു ശുദ്ധീകരണം വേണ്ടതുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ഒരു വിശേഷ അനുഗ്രഹം നൽകി നരസിംഹസ്വാമികളെ ഗുരു നിയോഗിച്ചു. നാടാകെ എന്നല്ല, നാടിന് വെളിയിലും ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാൻ ഇതാ നല്ല വാഗ്വിലാസമുണ്ടായിരുന്ന ഗുരുപ്രസാദ സ്വാമികളെ നിയോഗിച്ചു. ഇവിടെ ഇതാ ശിവപ്രസാദ സ്വാമികളുടെ ദൗത്യം നോക്കൂ. നിലവിലുള്ളതും ഇനി മേലിലുണ്ടാകാൻ ഇരിക്കുന്നതുമായ സകല ക്ഷേത്രങ്ങളും ഗുരുദേവ ധർമാനുസാരിയായി പുരോഗമിപ്പിക്കുക, പരിപാലിക്കുക. ആവശ്യമുള്ള ദിക്കുകളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുക. ആ ക്ഷേത്രങ്ങൾ പക്ഷേ പഴയ മാമൂലികളിലേക്ക് പോകാതെ മുമ്പ് പറഞ്ഞ രീതിയിൽ ഗുരുദേവ തത്വമനുസരിച്ച് പുലർത്തിക്കൊണ്ടുപോവുക. നോക്കൂ സഹോദരങ്ങളെ, ശിവപ്രസാദ സ്വാമി ഏറ്റ ഉത്തരവാദിത്തം, അഥവാ ഗുരു ശിവപ്രസാദ സ്വാമിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ വിജയകരമായിരുന്നു. അതിനെ ആരും വിലയിരുത്തിയില്ല എന്ന് മാത്രം. അതിനെക്കുറിച്ചുള്ള സൂചന ആശാന്റെ വാർഷിക റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അദ്ദേഹം നിഷ്ക്രിയനായിരുന്നില്ല എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ആ വർഷം ഈ കണ്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തും വെറുതെ പോയി പ്രസംഗിച്ച് പോരുകയല്ല ചെയ്തത്. അവിടങ്ങളിലെല്ലാം സമാജം ഏർപ്പെടുത്തുന്നു. ആ സമാജങ്ങൾക്ക് കൃത്യമായ കാര്യപരിപാടികൾ ഇട്ടുകൊടുക്കുന്നു. ക്ഷേത്രങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അവിടുന്ന് എത്തിപ്പെടുന്നിടത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആ പ്രസംഗ വൈഭവം ആ നാടിനെ ആകെ ഇളക്കി മറിക്കുന്നു. നാട്ടുകാരെ ഒന്നായി ചേർക്കുന്നു. ഇദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ടാൽ അതിനകത്തൊരു വിഭാഗീയത്വമൊന്നും ആർക്കും തോന്നില്ല. ഹൈന്ദവ ജനതയ്ക്കെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമാകുന്ന പ്രസംഗങ്ങൾ.
മറ്റുള്ളവരെ കൂടി ആകർഷിച്ചു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അത് നമുക്ക് ഇപ്പം മനസ്സിലാകും. പ്രിയമുള്ളവരെ, കുമാരനാശാന്റെ റിപ്പോർട്ടിൽ കാണുന്നത് ഈ വക യാത്രകൾക്കിടയിലും ഒത്തിരി ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഏതാണ്ട് 100-150ഓളം പ്രസംഗ പരിപാടികൾ അദ്ദേഹം ആ വർഷം നടത്തി എന്നാണ്. നോക്കൂ, ഗുരു മുമ്പ് സൂചിപ്പിച്ചത് എല്ലാം ഒത്തുപോയല്ലോ. ഗുരുവിന്റെ ആ പ്രതീക്ഷ തെറ്റിയില്ല. ഒരു കാര്യം മനസ്സിലായി, ആശാൻ ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം നല്ലൊരു സംഘാടകൻ കൂടിയാണ്. അടുത്ത വർഷം കോഴിക്കോട് SNDP യോഗത്തിന്റെ അടുത്ത വാർഷികം നടക്കുന്നു, 10ാം വാർഷികം നടക്കുന്നു. അവിടുത്തെ പ്രധാന പ്രസംഗം ശിവപ്രസാദ് സ്വാമികളുടേതായിരുന്നു. കോഴിക്കോട് ഒരു ക്ഷേത്രമായി ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നു. അപ്പോൾ ആ ക്ഷേത്രകർത്താക്കൾക്ക് മാത്രമല്ല, ക്ഷേത്രവിശ്വാസികൾക്കും വ്യക്തമായ മാർഗദർശനമാണ് ശിവപ്രസാദ് സ്വാമികളിലൂടെ കിട്ടുന്നത്. ഇതരരായിട്ടുള്ള മറ്റ് സമ്പ്രദായക്കാരെല്ലാം ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് വന്ന് ഇത് കേട്ട് കുറിച്ച് പോകുമായിരുന്നത്ര എന്ന് പറയുമ്പോൾ എത്ര ആധികാരികമായിരുന്നു, പണ്ഡിതോചിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. ആ വർഷം പോയി. അടുത്ത വർഷത്തെ വാർഷികം നടക്കുന്നത് ആലുവായിൽ വെച്ചാണ്. അദ്വൈതാശ്രമം സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. കുമാരനാശാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തെ SNDP യോഗത്തിന്റെ സഹ സെക്രട്ടറി ആക്കണം, ജോയിന്റ് സെക്രട്ടറി ആക്കണം. അതിനുള്ള ആലോചനകളൊക്കെ ചെയ്തു. നിർഭാഗ്യവശാൽ ഈ പുതിയ ആളുകൾ SNDP യോഗത്തിലേക്കൊക്കെ പഠിപ്പുള്ള ആളുകൾ പ്രവേശിച്ചു തുടങ്ങിയിരുന്നു. പേരെടുത്ത് പറയുന്നില്ല, മണ്ടരികളെ പോലും കോരിത്തിരിപ്പിച്ച പ്രാസംഗികർ വരെ അതിനകത്തുണ്ടായിരുന്നു. എന്തോ ശിവപ്രസാദ് സ്വാമികൾ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നിയമസാങ്കേതിക കാര്യം പറഞ്ഞ് അത് മുടക്കി. പ്രിയമുള്ളവരെ, ഇനി ചുരുക്കിയാണ് പറയുന്നത്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശിവപ്രസാദ് സ്വാമികൾ ഈ പ്രസ്ഥാനം വിടുകയാണ്. ദേവസ്വം സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണ്. അദ്ദേഹം രാജിവെച്ചു ഒന്നുമില്ല, ആരോടും പരിഭവം പറഞ്ഞതായിട്ട് കാണുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഹിമാലയൻ പര്യടനത്തിന് 2ാം ഹിമാലയ പര്യടനത്തിന് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം തനിക്കുണ്ടാകുന്ന അനുഭവങ്ങളും കിട്ടുന്ന അറിവുകളും ഇതെല്ലാം കുറിച്ച് തൃപ്പാദങ്ങൾക്ക് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ശിഷ്യൻ ദൂരെയാണെങ്കിലും ശിഷ്യന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം ഗുരുവിനെ എഴുതി അറിയിച്ചു കൊണ്ടിരിക്കുക. ഒട്ടുമിക്കതും മിതവാദി പത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി, ഗുരുവിൽ അധിഷ്ഠിതമാണ് ശിവപ്രസാദ് സ്വാമികളുടെ ജീവിതം. അവിടെ നിന്നുകൊണ്ട് പല ശിവഗിരിയിലെ പല സന്യാസി വര്യന്മാർക്കും അദ്ദേഹം കത്തുകൾ എഴുതുന്നുണ്ട്. ഓരോയിടത്തും ആശ്രമ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ്, മിഷനറി ഏത് രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മാർഗോപദേശങ്ങളായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളായിരുന്നു ആ കത്തുകളിലൂടെയെല്ലാം.
അദ്ദേഹം വിട്ടുനിന്നു എങ്കിലും എപ്പോഴും അദ്ദേഹം ഇതുപോലെ പരോക്ഷമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ആ ദേവസ്വം സെക്രട്ടറി സ്ഥാനം സ്വയം ഒഴിഞ്ഞുപോയി. പിന്നീട് മംഗലശ്ശേരി ഗോവിന്ദനാശാൻ വരുന്നു. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ പോകുന്നു. ഇന്നും ആ സ്ഥാനം ഇങ്ങനെ സാങ്കേതികമായിട്ട് നിലനിൽപ്പുണ്ട്. നിർഭാഗ്യവശാൽ അന്ന് ഇങ്ങനെ ഒരു സ്വരച്ചേർച്ച ഉണ്ടാകാതിരുന്നു എങ്കിൽ നമ്മുടെ ആത്മീയ വഴി, പ്രത്യേകിച്ചും മഠങ്ങളും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അവിടുത്തെ വൈദിക സമ്പ്രദായവും ഇതുപോലൊരു പണ്ഡിതന്റെ, ഒരു കർമ്മകുശലന്റെ കീഴിൽ എത്ര പുഷ്ടിപ്പെടുമായിരുന്നു, പുഷ്കലമാകുമായിരുന്നു, സഫലമാകുമായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ്. 1949 വരെ അദ്ദേഹം ജീവിച്ചു. 1886 ജനിച്ച അദ്ദേഹം സമാധി അടയുമ്പോൾ 63 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. ഇനി ഓടിച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ശിവലിംഗദാസ സ്വാമികളുടെ സമക്ഷം ആദ്യം ചെല്ലുമ്പോൾ അദ്ദേഹം ഗാർഹസ്ഥ്യവൃത്തിയിലേക്ക് പോകൂ എന്ന് ഉപദേശിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഏതായാലും പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വന്ന് സ്വതന്ത്രമായൊരു പ്രസ്ഥാനം, ശാന്തി മിഷൻ എന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ താൻ പലർക്കും പല ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്, ആഗ്രഹങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരാരും ഒരു കാര്യത്തിലും മുൻകൈ എടുക്കുന്നില്ല. ഇദ്ദേഹം തനതായി ശാന്തി മിഷൻ എന്നൊരു ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നു. സ്വതന്ത്രമായി ധർമ്മപ്രചരണം നടത്തുക. അവിടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതെന്തായിരുന്നു എന്നറിയുമോ? ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം. അതിന് അദ്ദേഹം അതിൻ്റെ കാര്യപരിപാടിയായി സ്വീകരിച്ചിരിക്കുന്നത് സമഭാവനയോടെ എല്ലാ മതങ്ങളും പഠിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. എന്തിന്? മതദ്വേഷമില്ലാതാക്കാൻ. നോക്കണം, ഇത് 1916 സർവമത സമ്മേളനം 1924 നടക്കാനിരിക്കുന്നത്. അതിന് എത്രയോ വർഷം മുമ്പ്, 5-8 കൊല്ലം മുമ്പ് പരമാവധി എല്ലാ സ്ഥലങ്ങളിലും സർവമത സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല, പരസ്പരം വൈരത്തിൽ കഴിയാതെ ഒന്നിച്ചിരുന്ന് എല്ലാ മതക്കാരും ഒന്നിച്ചിരുന്ന് സർവമത സമ്മേളനങ്ങൾ നടത്തുമ്പോൾ മതവൈരം ഇല്ലാതാവും. ഇതിനു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ടി.കെ. മാധവനും അതുപോലെ ഗാന്ധിജിയും സർവ സമുദായ മൈത്രി എന്നൊരു മുദ്രാവാക്യം കോൺഗ്രസ് പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനു എത്രയോ മുമ്പ് തനതായ രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങി. അതുപോലെ തന്നെ സർവധർമ്മ സമന്വയം, പലതരത്തിലുള്ള ധർമ്മമാർഗങ്ങളുണ്ട്. ഇത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിട്ട് ജനങ്ങൾക്ക് തോന്നും. അവിടെ ആ വൈരുദ്ധ്യമാക്കി തീർക്കാതിരിക്കാൻ അതിനെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ലഘുലേഖകൾ ഇറക്കുക. അതിന് ധാരാളം എഴുതിക്കൊണ്ടിരുന്നു. പല പ്രസിദ്ധീകരണങ്ങളിലും സ്വാമികളുടെ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. വിദേശങ്ങളിൽ വരെ ഇത് ശ്രദ്ധിക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ലേഖനങ്ങളും ഉണ്ടായിരുന്നു. ദൈവമേ, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരെ ഇതിന് സഹായങ്ങൾ അന്നത്തെ കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രസിദ്ധി എവിടം വരെ വളർന്നിരുന്നു എന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഗുരുദേവനുമായി ബന്ധപ്പെട്ട് പല പല സംഭാഷണങ്ങളും വരുന്നുണ്ട്.
ഗുരുവിൻ്റെ പല ഹിതങ്ങളും വെളിവാകുന്നത് അത്തരം വേളകളിലാണ്. അതെല്ലാം നമുക്ക് ഇനി ഒരു സന്ദർഭത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാവുന്നതാണ്. ഇദ്ദേഹം ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. 1923 അദ്ദേഹം വിവാഹിതനായി. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു അധ്യാപികയായിരുന്നു, ദേവകി ടീച്ചർ. 4 മക്കളും പെൺമക്കളായിരുന്നു. ആ 4 മക്കളും ഈ അധ്യാപക വഴിയിൽ കൂടിയാണ് 3 പേരും നടന്നത്. ഒരാൾ വിദേശത്തുമായി. നോക്കുമ്പോൾ സമ്പന്നമായ ഒരു കുടുംബം. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശാന്തി മിഷന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടക്കണമല്ലോ. അഭ്യുദയാകാംക്ഷികളായ അവരുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം കണ്ണൂരിൽ അധ്യാപക വൃത്തിയിലേക്കും പ്രവേശിക്കുകയുണ്ടായി. അങ്ങനെ ജീവിതത്തിനൊരു അടിത്തറയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നിരന്തരമായി എന്തിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. 2 പത്രങ്ങൾ അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. ആ പത്രത്തിന്റെ തലവാചകം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ന് നമ്മൾ പല കൊടികളിലും അത് കാണുന്നതാണ്. അവർ വിചാരിക്കുന്നത് ഇത് അവരുടെ മുദ്രാവാക്യമാണെന്ന്. സഹോദരങ്ങളെ, 1923 സാധു ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ പത്രത്തിന്റെ മുഖക്കുറി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതായിരുന്നു. എത്ര പേർക്കറിയാം? ഇന്ന് വലിയ പുരോഗമനപരമായ മുദ്രാവാക്യങ്ങളെന്ന് പലരും കരുതുന്നത് അതിൻ്റെ മൂലം തേടിപ്പോയാൽ അവസാനം എത്തി നിൽക്കുക ഈ ശ്രീനാരായണ സംസ്കാരത്തിലായിരിക്കും എന്നത് അറിഞ്ഞവരെ അറിയുന്നുള്ളൂ. ഇതെല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. പരിമിതമായി അല്ല അദ്ദേഹം എഴുതിയത്, കുറേയേറെ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഗ്രൂപ്പിലൂടെ ഉള്ള കുറിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു അടിത്തറ ഈ ജോലികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷേ അദ്ദേഹം ഇതാ സതുദ്ദേശത്തോടെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഈ കണ്ട കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ അതിൻ്റെതായ ചെലവുകളുണ്ട്. അതിഭീമമായ കട ബാധ്യത അദ്ദേഹത്തിന് വന്നുകൂടിയത്രേ. ദുർവഹമായ ആ ഭാരവും പേറിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തനങ്ങൾ തുടർന്നിരുന്നത് എന്നുകൂടി നാം അറിയേണ്ടതാണ്. അവിടുന്ന് ഏതാണ്ട് പരിമിതമായ വർഷങ്ങൾ മാത്രമേ സ്വാമി എന്ന പേരിൽ, അതുകൊണ്ടാണ് കുമാരനാശാൻ ദിവ്യശ്രീ ശിവപ്രസാദ് സ്വാമികൾ എന്ന് എഴുതിയിരുന്നു എങ്കിൽ പിന്നീട് അദ്ദേഹം ഇതാ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ചു. ഒരു പ്രസ്ഥാനത്തിന്റെ പിൻബലം വേണം. അതിന് അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമെന്ന് ചോദിച്ചാൽ ഹൈന്ദവ പ്രസ്ഥാനമായ ആര്യ സമാജത്തിന്റെ ഭാഗമായിരുന്നു. അതിൻ്റെ അടയാളമായിട്ടാണ് സാധു എന്ന് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത്. സാധു ശിവപ്രസാദ് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ചതോടെ സാധു ശിവപ്രസാദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു സന്യാസിക്ക് കിട്ടേണ്ടതായ എല്ലാ ബഹുമതികളും ലോകം ചാർത്തി കൊടുക്കുന്നു. സ്വാമികൾ എന്ന് തന്നെ അദ്ദേഹത്തെ വേറിട്ട് കാണാൻ സാധിക്കുന്നില്ല. അത്ര ആദരണീയനായിരുന്നു ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സാധു ശിവപ്രസാദ സ്വാമികൾ. അവിടുത്തെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ ജീവിതം പഠിക്കേണ്ടത് മാത്രമല്ല അനുവർത്തിക്കേണ്ടതാണ് എന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ.